ചിങ്ങമേഴിൻ്റെ പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വന്നേ. ആദ്യമേ തന്നെ എല്ലാവരോടും ഒരുപാട് നന്ദി പറയുകയാണ്. എൻ്റെ ഈ ഒരു വീഡിയോ കാണുകയും അത് ലൈക്ക് ചെയ്യുകയും അതേപോലെ കമൻ്റ് ഇടുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ നാളെ ഏവൂരേക്ക് പോവുകയാണ്. ഏവൂരെന്ന ഗ്രാമം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമായിരിക്കും. കാരണം മണിച്ചിത്രത്താഴ് സിനിമ കാണാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അതിൽ നമ്മുടെ ശോഭന ചേച്ചിയുടെ കഥാപാത്രമായിട്ടുള്ള ഗംഗയെന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഗ്രാമമാണ് ഏവൂർ. ആ സിനിമ എഴുതിയ മധു മുട്ടം, ആ സാറിൻ്റെ വീടും നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ശനിയാഴ്ച പോകാനിരുന്നായിരുന്നു. പക്ഷേ ഇവിടെ അണ്ണൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ നാളേക്ക് മാറ്റി വെച്ചതാണ്. മക്കളായാലും ഏവൂരോട്ട് പോകുന്ന ഭയങ്കര ഇഷ്ടമാണ്. അവരും എത്രയും പെട്ടെന്ന് തന്നെ അമ്മൂമ്മമാരുടെ അടുത്ത് ചെല്ലണം പോകണമെന്നും പറഞ്ഞുകൊണ്ട് നീലനായാലും കാത്തുവായാലും റെഡി ആയിട്ടിരിക്കുകയാണ്. അവിടുന്ന് അമ്മയും അപ്പച്ചിയും എന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ച്. അവിടുത്തെയും ഓണ ഒരുക്കങ്ങളെല്ലാം ഏകദേശം ശരിയായിട്ടുണ്ട്. കാരണം നമ്മുടെ വീടിൻ്റെ പറമ്പും എല്ലാം ക്ലീൻ ചെയ്ത് വീടെല്ലാം തൂത്ത് തുടച്ച് അതിനൊക്കെ നമുക്കൊരു ചേച്ചിയുണ്ട് വന്ന് ചെയ്യാൻ. അങ്ങനെ എല്ലാം ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു. എല്ലാ സാധനങ്ങളും എല്ലാം മേടിച്ചു. അവർ റെഡി ആയിട്ടിരിക്കുവാണ് ഓണത്തെ വരവേൽക്കാനായിട്ട്. അവരെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലല്ല. അമ്മയും അപ്പച്ചി ഇപ്പോഴും പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്ന പോലെ മുളകും മല്ലിയൊക്കെ ഇതേപോലെ കടയിൽ നിന്ന് മേടിച്ച് അത് നന്നായിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കി പൊടിച്ചാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അതുപോലെ കടുക്, ജീരകം, ഉലുവ ഇതെല്ലാം ഇവർ മേടിച്ചാലും ഏത് കമ്പനിയുടെയാണെന്ന് പറഞ്ഞാലും എത്ര വൃത്തിയുള്ളതാണെന്ന് പറഞ്ഞാലും അതും അവർ 2-3 വെള്ളത്തിലൊക്കെ കഴുകി വെയിലത്തിട്ട് ഉണക്കി നന്നായിട്ട് കുപ്പിയിലാക്കി അവർ ഒത്തിരി നാൾ സൂക്ഷിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഉപ്പേരി ആണേലും അവർ പുറത്തുനിന്ന് അങ്ങനെ മേടിക്കാറില്ല ഓണത്തിന്. അത് ഞാനും അതെ. ആ സമയമാകുമ്പം നമ്മൾ വീട്ടിൽ തന്നെ വറക്കുവാണ് ചെയ്യുന്നത്. എൻ്റെ കല്യാണത്തിന് മുമ്പാണെങ്കിൽ അച്ഛനും അമ്മയും ഈ പറയുന്ന പോലെ ഒരൈറ്റമൊന്നും അല്ല ഉണ്ടാക്കുന്നത്. അന്നൊക്കെ കായുപ്പേരി കാണും, ചീനി കാണും, പിന്നെ മുറുക്ക് കാണും, മധുരസേവ കാണും, മിക്സർ കാണും, കളുകടയ്ക്ക കാണും. ഇതെല്ലാം ഒരു ദിവസം കൊണ്ടാണ് അവരുണ്ടാക്കുന്നത്, അമ്മയും അച്ഛനും കൂടി. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നപ്പം അപ്പച്ചിയാകട്ടെ പുറത്തുനിന്ന് അങ്ങനെ റെഡിമെയ്ഡായിട്ട് ഓണത്തിനൊന്നും മേടിക്കത്തില്ല. ഇവിടെയും ഇതേപോലെ തന്നെ ഉപ്പേരി വറക്കും. പക്ഷേ 1-2 ഐറ്റം മാത്രമേ വറക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ എവിടം വരെയായി? ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ ഇനി നമുക്ക് ഏവൂര് ചെന്നിട്ട് പറയാം. നാളത്തെ വീഡിയോ ഏവൂരുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പം എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഓക്കെ, ബായ്.